ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ ചൈനീസ് വാസ്തുവിദ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിട്ടുള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ കുബേര ക്ഷേത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധ ടെമ്പിൾസിനെ കുറിച്ചാണ്. ഇത്തരം ടെമ്പിൾസ് ഇവിടെ നമ്മുടെ ചെന്നൈയിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കേരളത്തിലും പുതിയതായി ഒരെണ്ണം സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കുബേര ക്ഷേത്രം എന്നുള്ളതെന്ന് പറയാമോ? കുബേര ക്ഷേത്രം എന്ന് പറയുമ്പോൾ സാധാരണ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വടക്കിൻ്റെ അധിപനാണ് കുബേരൻ. ലക്ഷ്മി ദേവിയുടെ പണം കൈകാര്യം ചെയ്യുക, ലക്ഷ്മി ദേവിയുടെ കാര്യസ്ഥൻ എന്നാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം സാധാ കുബേരൻ വയ്ക്കുന്നത്. അപ്പോൾ കുബേരലക്ഷ്മി ക്ഷേത്രങ്ങൾ കേരളത്തിനകത്തുണ്ട്, നേരത്തെ ഉണ്ട്, ഒരു 2-3 അല്ല, സാധാരണ കുബേരക്ഷേത്രം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലാഫിംഗ് ബുദ്ധയുടെയാണ്. ലാഫിംഗ് ബുദ്ധയും കുബേരക്ഷേത്രം, അതായത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചുള്ള കുബേരൻ്റെ ക്ഷേത്രം കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് കഴിഞ്ഞ 12-ാം തീയതി ആയിരുന്നു എൻ്റെ പ്രതിഷ്ഠ. അത് എൻ്റെ കംപ്ലീറ്റ് മേൽനോട്ടം എൻ്റെ ഇതിലാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കെയർ ഓഫിലാണ് ക്ഷേത്രം വന്നിട്ടുള്ളത്. ചെന്നൈയിലുണ്ട്. നമ്മുടെ ചെന്നൈയിലൊരു 3-4 കുബേര സ്വാമി ക്ഷേത്രങ്ങൾ. അപ്പം ഇതിനകത്ത് ഒത്തിരി ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്ററാണത്. അപ്പോൾ സാർ, അതിനിടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ കുബേര ക്ഷേത്രവും ലാഫിംഗ് ബുദ്ധ ക്ഷേത്രവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ല, ഈ സാധാരണ ഈ കുബേരൻ എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാരെല്ലാവരും പെട്ടെന്ന് കേൾക്കുന്നത് ആ ലാഫിംഗ് ബുദ്ധയാണ് അവർ കുബേരൻ എന്ന് പറയുന്നത്. ശരിക്കുമുള്ള കുബേരൻ ആരും ഇതുവരെ എന്താ പറയുക, അതിൻ്റെ ഫോട്ടോ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ റെയറാണ്. അങ്ങനെ ഫോട്ടോയൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഇന്ത്യയിലുണ്ടോ? ഉണ്ട്, കുബേര ക്ഷേത്രം ഉണ്ട്. ലക്ഷ്മിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിനടുത്ത് കുബേരനും അതിൻ്റെ ഉപദേവത പ്രതിഷ്ഠാ രീതിയിലുള്ള ക്ഷേത്രമുണ്ട് കേരളത്തിനകത്ത്. മലപ്പുറത്ത്, കോഴിക്കോട് ഒരു ക്ഷേത്രമുണ്ട്, മലപ്പുറത്തുണ്ട്. പക്ഷേ ഈ ലാഫിംഗ് ബുദ്ധയും കുബേരനുമുള്ള ക്ഷേത്രം കേരളത്തിൽ ഒന്നേ ഉള്ളൂ. അത് നമ്മുടെ ട്രിവാൻഡ്രത്താണ്, വെഞ്ഞാറമൂടാണ് ആ ക്ഷേത്രം. ഒരു ഉപദേവതാ പ്രതിഷ്ഠയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതായത് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രം എന്നാണ് എൻ്റെ പേര് വെച്ചിരിക്കുന്നത്. ഒരു നല്ല, കാരണം നമ്മുടെ ഫെങ് ഷുയി ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ലാഫിംഗ് ബുദ്ധ അല്ലെങ്കിൽ ഫെങ് ഷുയിയുടെ ടൂളുകളെല്ലാം ഒന്ന് എനർജൈസ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് അതിന് എന്താണ് ഫെങ് ഷുയി എന്നും അല്ലെങ്കിൽ എന്താണ് കുബേരൻ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിത രീതി എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പ്രോഗ്രാംസൊക്കെ കാണുമ്പോൾ വിളിച്ച് ചോദിക്കാറുണ്ട്, സാർ എൻ്റെ മകളുടെ ഒരു വിവാഹം അല്ലെങ്കിൽ എൻ്റെ മകന് ജോലി തടസ്സം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നേക്കാൾ ഒരു പരിധി വരെ അവരവിടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്നും ഒക്കെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു വേദിയായിട്ടും അതിനെ എടുക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ടൈപ്പ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫെങ് ഷുയി ചെയ്യുന്നവരല്ലാതെ സാധാരണക്കാരും വരാം, എല്ലാവർക്കും വരാം. കാരണം ഇപ്പം എന്താ പറയുക, സമൂഹത്തിൽ എല്ലാവർക്കും എനിക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹമുള്ളവരാണ് കംപ്ലീറ്റ്. പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല. അപ്പം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അവരെ കൊണ്ട് തന്നെ മാറ്റിക്കുകയാണ്. സാധാരണ ഒരു പൂജയോ കാര്യങ്ങളോ, അപ്പം ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് നോക്കുക, അല്ലെങ്കിൽ കവടി നിരത്തി നോക്കുക, അല്ലെങ്കിൽ ശംഖശാസ്ത്രം നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ അവരുടെ പ്രശ്നം എന്താണെന്ന് അവരുടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ആ പ്രശ്നം മാറ്റിയെടുക്കുന്ന രീതി. മാത്രമല്ല പൂജകളൊക്കെ തന്നെ അവർക്ക് തന്നെ സ്വന്തമായിട്ട് വന്ന് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് തന്നെയാണ് പൂജ ചെയ്യുവാനുള്ള അവസരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ശരി. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അനുഷ്ഠാനങ്ങളുണ്ടോ ഈ കുബേരക്ഷേത്രത്തിൽ? കുബേരക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് അനുഷ്ഠാനം ഉദ്ദേശിച്ചത് സാധാ ക്ഷേത്രങ്ങൾ പോലെയാണോ? അങ്ങനെയാണോ? അപ്പം അതേപോലെ ആ ക്ഷേത്രങ്ങൾ പോലെയാണ്. അതിനകത്തൊരു സെപ്പറേറ്റ് കുബേര വിഗ്രഹമുണ്ട്. അതിനെ ശരിക്കും പറഞ്ഞാൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, പ്രാണപ്രതിഷ്ഠയിലൂടെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നുള്ള ആ ക്ഷേത്രത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് ബാക്കിയുള്ള വരുന്ന ഇപ്പോൾ ഓരോ വീടുകളിൽ നമ്മൾ ഫെങ് ഷുയി ചെയ്യുന്ന സമയത്ത് എല്ലാ വീടുകളിലും ലാഫിംഗ് ബുദ്ധ കൊടുക്കാറുണ്ട്, അതായത് കുബേരനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീടുകളിൽ കൊടുക്കുന്ന കുബേരൻ എനർജൈസ് ചെയ്യണം. ഞാൻ പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചന്ദനത്തിരി കത്തിച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിലൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി അതിന് എനർജൈസിങ് വേറൊരു രീതിയുണ്ട്. കാരണം ഈ ഒരു ലാഫിംഗ് ബുദ്ധ അല്ലെങ്കിൽ കുബേരൻ്റെ ആ വിഗ്രഹത്തിൻ്റെ ഓറ ലെവൽ ഏകദേശം 10-15 മീറ്റർ വരെ അതിൻ്റെ ഓറ ലെവൽ ഉണ്ടാവും.
അത് ആ ഓറ ലെവൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മളതിനെ എനർജൈസ് ചെയ്യണം. അതെങ്ങനെയാണ് എനർജൈസ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് പവർ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പവർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ പരിസരം കംപ്ലീറ്റ് ഒരു ഫുള്ളൊരു പ്രൊട്ടക്ഷൻ, നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് അതിനകത്തുണ്ടാകും. എന്നിട്ട് പുറത്തുനിന്ന് ഒരാൾ കയറി വരുന്നു, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു വിഗ്രഹം ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ചെന്ന് എടുക്കുമ്പോഴോ അതിനകത്തുള്ള ആ എനർജി ഡിസ്ചാർജ് ആകും. അപ്പോൾ അങ്ങനെയുള്ള എനർജി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചു, ഇതിൽ നിന്ന് മാറിയിട്ട്, അതായത് ഇപ്പോൾ ഈ ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ വീട്ടിലൊരാൾ വരുമ്പോൾ അയാൾ എടുത്തു നോക്കുക എന്നുള്ളത് നമുക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റത്തില്ല. അത് അങ്ങനെ ചെയ്യരുത് എന്നുണ്ടോ? അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കയറി വരുന്ന ഒരാൾ കാണത്തക്ക രീതിയിലും തറയിൽ നിന്ന് 35 ഇഞ്ച് ഹൈറ്റാണ് അത് നമ്മുടെ വ്യൂ പോയിന്റിൽ, ആ ലെവലിലാണ് നമ്മൾ ലാഫിംഗ് ബുദ്ധ വയ്ക്കേണ്ടത്. അങ്ങനെ ലാഫിംഗ് ബുദ്ധ വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരാൾ വന്ന് കയറി എടുക്കാത്ത രീതിയിൽ, പ്രധാന വാതിലിൽ നിന്ന് കയറുമ്പോൾ ലിവിങ് റൂം ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചിട്ടാണ് നമ്മൾ വാതിലോട്ട് നോക്കിയിരിക്കത്തക്ക രീതിയിൽ ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് എനർജൈസിങ് ഉണ്ട്. റോസ് വാട്ടറോ അല്ലെങ്കിൽ തുളസിയിലയും ഭസ്മവും ചേർത്തുള്ള വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ചന്ദനത്തിരി വെച്ച് ആൻറ്റി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തൊരു എനർജി ഉണ്ടാവും. ആ എനർജി അവിടെ ഇരുന്ന് ബൂസ്റ്റ് ആയിക്കോളും. വെറുതെ വെച്ചിരുന്നാലല്ല, ഡെയിലി നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? സാധാരണ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ഡെയിലി രാവിലെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വിഗ്രഹം രാവിലെ തുറന്ന് നിർമ്മാല്യ ദർശനം, വിഗ്രഹം കുളിപ്പിക്കുക, ഇതൊക്കെയുണ്ട്. പിന്നെ പുതിയതൊക്കെ കൂടും. അതേപോലെ തന്നെ നമ്മുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ കെയർ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കെയർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിലാണെങ്കിൽ ഞാൻ പല ആൾക്കാരോടും പറയാറുണ്ട്, ഇപ്പം ഫെങ്ഷുയുടെ ടൂളുകളൊക്കെ ഒത്തിരി കോസ്റ്റ്ലിയാണ്. നമുക്ക് ഈ സാധാരണ വില കുറച്ച് കിട്ടുന്ന ഐറ്റങ്ങളൊക്കെ അതൊക്കെ ഈ പ്യുവറായിട്ടുള്ള ഐറ്റങ്ങളായിരിക്കില്ല. ഇതേപോലെ എനർജി ഒന്നും നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഒറിജിനൽ ഐറ്റങ്ങൾ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെ ഐറ്റങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ട് വെറുതെ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടും നമുക്ക് ഗുണമുണ്ടാകത്തില്ല. അപ്പം ഇവിടെ പല ആൾക്കാരും നിങ്ങളവിടെ വരിക, അവിടെ വന്നിട്ട് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് തന്നെ ആ ടൂള് കൊടുത്ത് അതിനകത്ത് എനർജൈസ് ചെയ്തുകൊണ്ട് അവരെ കൊടുത്തു വിടും. ഇവിടെ തോന്നിട്ട് കൃത്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത് പല ആൾക്കാർക്കും നല്ല വ്യത്യാസം അവിടെ ഉണ്ടായിട്ട്. 12-ാം തീയതി ആയിരുന്നു പ്രതിഷ്ഠ. ഇപ്പം തന്നെ ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ അവിടെ നട തുറക്കത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് അത് ചെയ്യുന്നത്. ഉപക്ഷേത്രമായിട്ടല്ലേ വെച്ചേക്കുന്നത്? ഉപക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, രണ്ടും തുല്യ രീതിയിൽ തന്നെ ഇരിക്കുന്ന. അതായത് ആ സ്ഥലത്ത് നേരത്തെ ഒരു 49-50 വർഷം കൊണ്ട് അടഞ്ഞു കിടന്ന ഒരു പഴയൊരു ക്ഷേത്രമായിരുന്നു അത് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആദ്യം അവിടുത്തെ പ്രതിഷ്ഠ, അവിടെ ഓൾറെഡി ഒരു ദേവിയുടെ ചൈതന്യം ഉണ്ടായിരുന്നു. അത് ചാമുണ്ഡി ദേവിയായിരുന്നു. അതിനെ നമ്മൾ ആദ്യം അവിടെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പെർമിഷൻ വാങ്ങി, അത് അമ്മയുടെ പെർമിഷനാണല്ലോ ഫസ്റ്റ് വാങ്ങേണ്ടത്. വാങ്ങിയതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത് വേറൊരു കുബേരക്ഷേത്രം കൂടെ ചെയ്തു. അപ്പം തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു നല്ല ആൾക്കാരും നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് അതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ പോയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഒത്തിരി ദൈവത്തെ ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ക്ഷേത്രം വന്നല്ലോ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കുബേരക്ഷേത്രം ദർശിക്കുന്നത് കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക? കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ ഈ പല കാര്യങ്ങളും, കാരണം ഈവൻ നമ്മൾ വീട്ടിൽ ക്യാഷ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഇതുണ്ട്. എല്ലാവരും ക്യാഷ് കൊണ്ടുവന്ന് ഈ പല ശ്രദ്ധിക്കാതെ ഇട്ട് പോകുന്ന, കാരണം ക്യാഷ് ബോക്സ് വയ്ക്കേണ്ട സ്പേസ് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ. അപ്പോൾ അതെല്ലാം കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ വീട്ടിൽ ഇന്ന ഭാഗത്ത് ക്യാഷ് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇന്ന ഭാഗത്തായിരിക്കണം നിങ്ങൾ അതിൻ്റെ കബോർഡ് വയ്ക്കേണ്ടത്, ഇന്ന ഭാഗത്ത് ആ ക്യാഷിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ക്യാഷ് ബോക്സിനകത്ത് എന്തൊക്കെ ഇടും. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ മിക്കവാറും കോയിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ആ കോയിൻ അവിടെ ഇട്ട്, കാരണം വേറെ പൂജ ചെയ്ത് ഉള്ള കോയിൻ കൊടുക്കാറുണ്ട്. ആ കോയിൻ കൂടെ അതിനകത്ത് ഇടുക. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വേറെ ഒരിടത്തും ക്യാഷ് കൊണ്ട് വയ്ക്കത്തില്ല, ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ അവർക്കൊരു ശ്രദ്ധ, അവർക്കൊരു ഞാൻ സക്സസ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് നോക്കിയിട്ട് വിളിക്കുക. അല്ലെങ്കിൽ ട്രിവാൻഡ്രം വെഞ്ഞാറമൂടാണ് ഈ കുബേരക്ഷേത്രം ഉള്ളത്. ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം, അവിടെ വന്നാലും മതി. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നോക്കി പരിഹാരം ചെയ്തു തരാം. നമസ്കാരം.